എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല പഞ്ഞി പോലെ നാടൻ കപ്പപ്പുട്ട്, കൊള്ളിപ്പുട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊള്ളി നന്നായിട്ട് കഴുകിയിട്ട് തോലൊക്കെ എടുത്തിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ പച്ചയ്ക്ക് തന്നെയാണ് ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടത്, വേവിക്കൊന്നും വേണ്ട. അതേപോലെ തന്നെ ഇതേപോലെ ചെറിയ ഓട്ടകളുള്ള ഗ്രേറ്റർ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, വേഗം തന്നെ നമുക്കിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതായിപ്പോൾ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ വേണ്ട നല്ലോണം പാലുണ്ടാവും. അപ്പോൾ ഈ പാല് നമ്മൾ പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഒന്നില്ലെങ്കിൽ നമ്മൾ ഇതേപോലെ കൈ കൊണ്ട് തന്നെ പിഴിഞ്ഞെടുക്കാം, അതല്ലെങ്കിൽ ഒരു നല്ല തുണിയിലിട്ടിട്ട് പിഴിഞ്ഞെടുക്കാം. അതും അല്ലെങ്കിൽ നമ്മൾ ഒരു അരിപ്പയിലിട്ടിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്താലും മതി. അപ്പോൾ ഈ പാൽ എന്തിനാണ് പിഴിഞ്ഞെടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ ഒരുപാട് അരിപ്പൊടി ചേർക്കേണ്ടി വരും, പുട്ടുപൊടി ചേർക്കേണ്ടി വരും. പിന്നെ ശരിക്കുള്ള ആ കപ്പയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. ഇതേപോലെ നന്നായിട്ട് എല്ലാം ഇതാ ഇപ്പോൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, എന്നാലും കുറച്ച് ഇങ്ങനെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് ഉപ്പ് മാത്രം ചേർക്കുക, എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. ഇനി ഇതിലേക്ക് അരിപ്പൊടി, പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാടൊന്നും ചേർക്കേണ്ടി വരില്ല, ഒരു അര ഗ്ലാസ്സൊക്കെ പുട്ടുപൊടി ചേർത്താൽ മതി. ഞാനിപ്പോൾ അര ഗ്ലാസ്സേ ചേർത്തിട്ടുള്ളൂ. ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. അപ്പോൾ തന്നെ കറക്റ്റ് നമ്മുടെ പുട്ടുപൊടിയുടെ പാകമായി ഉണ്ടാവും. പുട്ടുപൊടിയുടെ നനവ് നമുക്കറിയാലോ, പുട്ടിനൊക്കെ പൊടി നനയ്ക്കുമ്പോൾ ഒരു ലൈറ്റായിട്ടുള്ളൊരു നനവുണ്ടാവണം. പുട്ടുപൊടിയുടെ നനവൊക്കെ കറക്റ്റായിട്ടുണ്ട്. നമ്മുടെ മാവ് റെഡിയായി. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം. അപ്പോൾ ഇത് നമ്മൾ സാധാരണ പുട്ട് കുറ്റിയിൽ കുറച്ച് തേങ്ങ അതുപോലെ പൊടി ഇതേപോലെ ഇട്ടിട്ട് നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. നന്നായിട്ട് സ്റ്റീം വന്നതിന് ശേഷം നമുക്കൊരു 3-4 മിനിറ്റ് നേരം വെക്കാം. അങ്ങനെ കപ്പയൊന്ന് വെന്ത് വരണമല്ലോ. ഒരുപാട് നേരം ഒന്നും വെക്കേണ്ട, ഒരു 5 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി. നല്ല ചൂട് കപ്പപ്പുട്ട് റെഡിയായി. ഇതിങ്ങനെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല സ്വാദുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അരിപ്പൊടി കൂടുതൽ ചേർക്കാണ്ടിരിക്കാം. കപ്പയിൽ നിന്ന് വെള്ളം നന്നായി പിഴിഞ്ഞ് കളയുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് അരിപ്പൊടി കുറച്ചേ ചേർക്കേണ്ടി വരുള്ളൂ. അപ്പോഴാണ് നല്ല കപ്പയുടെ ഫുൾ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇത് നല്ല കടലക്കറിയുടെ കൂടെ, ഗ്രീൻ പീസ് കറിയുടെ കൂടെയൊക്കെ കഴിക്കാനും നല്ല സ്വാദുണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.